ഇനി യൂണിറ്റ് 2 കൺസർവേഷൻ മെഷേഴ്സ് ആൻഡ് ടെക്നിക്സ് അത് നോക്കാം. ഈ കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ആർക്കൈവ് രേഖകളുടെ ആയുസ് വർദ്ധിപ്പിക്കാൻ സ്വീകരിക്കുന്ന സംരക്ഷണ നടപടികൾക്കാണ് കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. പേപ്പർ, പാർച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ തൊലി ഉപയോഗിച്ച് എഴുതുന്നത്, മൃഗങ്ങളുടെ തൊലിയിൽ എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ, അതിനതുപോലെ തന്നെ പനയോലകളിൽ തുടങ്ങിയ രേഖകൾ, ഇവകളിലൊക്കെ എഴുതപ്പെട്ട രേഖകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അതായത് ഈ കൺസർവേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പേപ്പർ, അതുപോലെ തന്നെ മൃഗങ്ങളുടെ തൊലിയിൽ എഴുതിയത്, പനയോലകളിൽ എഴുതിയത്, രേഖകൾ സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് കൺസർവേഷൻ മെഷേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൺസർവേഷൻ മെത്തേഡ്സ് പ്രധാനമായും രണ്ട് വിഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് പ്രിവെന്റീവ് കൺസർവേഷൻ, അതായത് രേഖകൾ നശിക്കാതിരിക്കാൻ മുൻകരുതലായി സ്വീകരിക്കുന്ന നടപടികൾക്കാണ് പ്രിവെന്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു രേഖ സൂക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ താപനില നിയന്ത്രണം, ഈർപ്പ നിയന്ത്രണം, അതുപോലെ തന്നെ ആസിഡ് ഫ്രീ ബോക്സസ് പോലുള്ള ശരിയായ സംരക്ഷണ വസ്തുക്കളുടെ ഉപയോഗം, അതായത് ഒരു രേഖ സൂക്ഷിക്കുമ്പോൾ തന്നെ മുൻകരുതലായി ഭാവിയിൽ അതിന് കേടുവരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തൊട്ട് മുൻകരുതലായി സ്വീകരിക്കുന്ന നടപടികൾക്കാണ് പ്രിവെന്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്നത് ഇന്റർവെന്റീവ് കൺസർവേഷൻ ആണ്. ഇതിനകം കേടായ രേഖകളെ പരിചരിക്കുകയും, നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ പ്രിവെന്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കേടുകളെ തൊട്ട് സംരക്ഷിക്കുന്നത്. ഇത് നിലവിൽ കേടുവന്ന രേഖകളെ പരിചരിക്കുകയും ചികിത്സിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് ഇന്റർവെന്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം, കീറിയ പേപ്പർ അറ്റകുറ്റപ്പണി ചെയ്യുക, കീറിയ പേപ്പർ അത് ഒട്ടിച്ചും സംരക്ഷിച്ചൊക്കെ ശരിയാക്കുക. അതുപോലെ തന്നെ രേഖകൾ ശുദ്ധീകരിക്കുക, പലതരത്തിലുള്ള മലിനീകരണങ്ങൾ ഉണ്ടാവും, ഈ പൊടി മലിനീകരണം പോലത്തെ മലിനീകരണങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അതിനെ തൊട്ടൊക്കെ ശുദ്ധീകരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഡി അസിഡിഫിക്കേഷൻ നടത്തുക, അതിലുള്ള ആസിഡിന്റെ അംശത്തെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കൺസർവേഷൻ മെഷേഴ്സിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ളത് പ്രിവെന്റീവ് കൺസർവേഷനും അതുപോലെ തന്നെ ഇന്റർവെന്റീവ് കൺസർവേഷനും. പ്രിവെന്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ മുൻകരുതലായി സ്വീകരിക്കുന്ന നടപടികളാണെങ്കിൽ, ഇന്റർവെന്റീവ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ നിലവിൽ കേടായ വസ്തുക്കളെ പരിചരിക്കുകയും അതുപോലെ തന്നെ അതിന് വേണ്ട സംരക്ഷണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണത്. ഇനി അടുത്തത് പറയുന്നത് പ്രിസർവേഷൻ ടെക്നിക്സ് ഫോർ പേപ്പർ ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ്, അതായത് കയ്യെഴുത്ത് പ്രതികൾ, പേപ്പറുകൾ, അത്തരത്തിലുള്ള വസ്തുക്കളെ എങ്ങനെയാണ് സംരക്ഷിക്കുക എന്നതിനെ സംബന്ധിച്ച് പറയുന്ന ടെക്നിക്സുകളെ സംബന്ധിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേപ്പർ ആൻഡ് മാനുസ്ക്രിപ്റ്റ്സ്, അതിൻ്റെ സവിശേഷതകൾ പറയുന്നത് പേപ്പർ എഴുതാൻ വ്യാപകമായി ഉപയോഗിച്ച വസ്തുവാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണത്. പക്ഷെ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. 20-ാം നൂറ്റാണ്ടിന് മുമ്പ് നിർമ്മിച്ച പേപ്പറുകളിൽ ആസിഡ് കണ്ടന്റ് വളരെ കൂടുതലായതിനാൽ അവ മഞ്ഞ നിറമാവുകയും ദുർബലമാവുകയും ചെയ്യുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പേപ്പറാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ എഴുതാൻ ഉപയോഗിച്ച വസ്തു. പക്ഷെ പ്രത്യേകിച്ച് 20-ാം നൂറ്റാണ്ടിന് മുമ്പ് ഉപയോഗിച്ച പേപ്പറിൽ ആസിഡ് കണ്ടന്റുകൾ വളരെ പ്രധാനമായിട്ട് ഈ മരങ്ങളുടെ പൾപ്പൊക്കെ ഉപയോഗിച്ചാണ് പേപ്പറുകളൊക്കെ നിർമ്മിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ആസിഡിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അതിന് വരുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇത് പേപ്പർ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ മഞ്ഞ നിറമാകും, അതുപോലെ തന്നെ അത് വളരെ ദുർബലമാവുകയും ചെയ്യുന്നു. അതിനെ കൂടാതെ തന്നെ വെളിച്ചം, വായു, ഈർപ്പം എന്നിവ കാരണം അതിലുള്ള മഷി മങ്ങുകയും അത് കാരണത്താൽ തന്നെ എഴുത്തുകൾ നഷ്ടപ്പെടുകയും ചെയ്യാം. പഴയ മാനുസ്ക്രിപ്റ്റുകൾക്ക് പരിസ്ഥിതി പ്രശ്നങ്ങൾ, തെറ്റായ കൈകാര്യം, സ്വാഭാവികമായി സംഭവിക്കുന്ന ക്ഷയം എന്നിവയും നാശം വരുത്തുന്നു. അതിനാൽ ഡി അസിഡിഫിക്കേഷൻ പോലുള്ള രീതികൾ ഉപയോഗിച്ച് അതിലുള്ള അമ്ലത്വം കുറയ്ക്കുകയും ആസിഡ് ഫ്രീ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. മറ്റൊന്ന് കൺസർവേഷൻ മെത്തേഡാണ്. ഈ പേപ്പറിലും മറ്റൊക്കെ എഴുതിയിട്ടുള്ള കയ്യെഴുത്ത് പ്രതികളെ എങ്ങനെയാണ് കൺസർവേഷൻ ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അതിൻ്റെ മെത്തേഡുകളെ കുറിച്ച് പറയുന്നതാണ്. പേപ്പർ മാനുസ്ക്രിപ്റ്റ്സ് സംരക്ഷിക്കാൻ ചില പ്രധാന രീതികൾ ഉപയോഗിക്കുന്നു. അതിലൊന്നാണ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ പേപ്പറിലെ പൊടി, അതിലെ മലിനത എന്നിവ സസൂക്ഷ്മമായി നീക്കം ചെയ്യുന്നു. രണ്ടാമത്തേതാണ് ഡി അസിഡിഫിക്കേഷൻ, പേപ്പറിലെ അമ്ലത്വം കുറച്ച് കൂടുതൽ
അതിൻ്റെ നാശത്തിനുള്ള സാധ്യത ഒഴിവാക്കുന്നു. റിപ്പയറിംഗ് ടേഴ്സ്, കീറിയ ഭാഗങ്ങൾ ശരിയാക്കുന്നു. റീഇൻഫോഴ്സിംഗ് ബൈൻഡിങ്സ്, അതായത് പുസ്തകത്തിൻ്റെ ബൈൻഡിങ്, ലെതറും അതുപോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് സ്വാഭാവികമായിട്ടും അത് പൊട്ടാനും അതിന് നാശം വരാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ റീഇൻഫോഴ്സിംഗ് ബൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ബൈൻഡിങ് കൂടുതൽ ശക്തമാക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഈ പേപ്പർ മാനുസ്ക്രിപ്റ്റുകൾ സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട രീതികളാണ്. ഒന്ന് ക്ലീനിങ്, ഡീഅസിഡിഫിക്കേഷൻ, റിപ്പയറിംഗ് ടിയേഴ്സ്, അതുപോലെ തന്നെ റീഇൻഫോഴ്സിംഗ് ബൈൻഡിങ്സ്. ഈ പറയപ്പെട്ട മെത്തേഡ്സുകളൊക്കെ അറ്റകുറ്റപ്പണികൾക്ക് ജപ്പാനീസ് ടിഷ്യൂ പേപ്പർ പോലുള്ള ശക്തമായ പേപ്പർ ഉപയോഗിക്കുന്നു. മൂന്നാമത് വരുന്ന ഈ പേപ്പർ മാനുസ്ക്രിപ്റ്റ് പ്രിസർവേഷൻ ടെക്നിക്സിന്റെ ഭാഗമായി വരുന്നതാണ് ആർക്കൈവൽ സ്റ്റോറേജ് സൊല്യൂഷൻ. പേപ്പർ മാനുസ്ക്രിപ്റ്റ് സാധാരണയായി ആസിഡ് ഫ്രീ ബോക്സസ് എന്നും ഫോൾഡേഴ്സ് എന്നും സൂക്ഷിക്കുന്നു. ശരിയായ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയും വളരെ പ്രധാനമാണ്. ടെമ്പറേച്ചർ 18 മുതൽ 22 ഡിഗ്രി സെൽഷ്യസ് വരെയും ഹ്യൂമിഡിറ്റി 30% മുതൽ 50% വരെയും ഒക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചാൽ ഈ പേപ്പർ രേഖകൾ ദീർഘകാലം സുരക്ഷിതമായി നിലനിൽക്കും. ഇനി പറയുന്ന മറ്റൊരു മാനുസ്ക്രിപ്റ്റ് രേഖകളാണ് താളിയോല കയ്യെഴുത്ത് രേഖകൾ. അതിൻ്റെ സംരക്ഷണ രീതികളെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണത്. താളിയോല എന്നുള്ളത് ദക്ഷിണേഷ്യയിൽ വ്യാപകമായി എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ്. പ്രത്യേകിച്ച് കേരളം, അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക പോലുള്ള ദക്ഷിണേന്ത്യയിൽ വളരെയധികം വ്യാപകമായി എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവാണ് ഈ താളിയോല എന്നുള്ളത്. ഇവ അതത് പ്രദേശങ്ങളിലെ മതഗ്രന്ഥങ്ങൾ, ദാർശനിക കൃതികൾ, വൈദ്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ സാഹിത്യം, ഭരണരേഖകൾ എന്നിവ എഴുതാൻ ഉപയോഗിച്ചിരുന്നു. ചൈനയിൽ നിന്നാണ് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒറിജിൻ എന്നുള്ളത്, ഈ താളിയോല എഴുത്ത് സമ്പ്രദായത്തിന്റെ ഒറിജിൻ എന്നുള്ളത് അത് ചൈനയാണ്. എന്നാൽ എഴുത്തിനായി താളിയോല ഉപയോഗിച്ചിരുന്നത് ഏഷ്യൻ സംസ്കാരങ്ങളുടെ പ്രത്യേകതയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യയിൽ മാത്രമല്ല, ഏഷ്യയിലുടനീളം വ്യാപകമായി എഴുതാൻ ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ് ഈ താളിയോലകൾ എന്നുള്ളത്. അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ചൈനയാണ്. ഈ താളിയോല കയ്യെഴുത്ത് രേഖകളുടെ നിർമ്മാണത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട്, പ്രധാനമായിട്ട് ഈ താളിയോലകൾ നിർമ്മിക്കുന്നത്, എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഈ താളിയോലകൾ നിർമ്മിക്കുന്നത് താളിപ്പന, അതുപോലെ തന്നെ തേങ്ങാപ്പന, നമ്മുടെ തെങ്ങിന്റെ പട്ട എന്നിവയുടെ ഇലകളിൽ നിന്നാണ് ഇത് തയ്യാറാക്കുന്നത്. അതിൻ്റെ വ്യത്യസ്ത സ്റ്റേജുകൾ പറയുന്നുണ്ട്. ആദ്യം ഇലകൾ ശുദ്ധമാക്കുന്നു, അത് ചുരണ്ടി തയ്യാറാക്കുന്നു, ശേഷം മൂർച്ചയുള്ള ഉപകരണം ഉപയോഗിച്ച് എഴുത്ത് കൊത്തുകയും ചെയ്യുന്നു. ഇത് എഴുത്ത് പൂർത്തിയായ ശേഷം അവയെ കൂട്ടങ്ങളായി തുണിയിൽ പൊതിഞ്ഞ് ചിലപ്പോൾ മരപ്പെട്ടികളിലോ ലോഹപ്പെട്ടികളിലോ സൂക്ഷിക്കുന്നു. ഇതിലൂടെ പുറം പ്രഭാവങ്ങളിൽ നിന്ന് ഇതിനെ സംരക്ഷിക്കുന്നു. പുറത്തു നിന്നുള്ള അത് നാശം വരാനുള്ള സാഹചര്യങ്ങളിൽ നിന്നും കാരണങ്ങളിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നു. ഇനി ഈ താളിയോല ലിപികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. താളിയോല ലിപികൾക്ക് വലിയ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുണ്ട്. തമിഴ് മഹാകാവ്യങ്ങൾ, പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവ താളിയോലയിൽ സംരക്ഷിക്കപ്പെട്ടതിനാൽ ഇന്ത്യയുടെ പുരാതന ചരിത്രത്തെക്കുറിച്ച് വളരെയധികം പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ പുരാതനമായ ചരിത്രത്തെ സംബന്ധിച്ച് വളരെയധികം അറിവുകൾ ലഭിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും ഈ താളിയോലകളിൽ എഴുതപ്പെട്ട തമിഴ് മഹാകാവ്യങ്ങൾ, അതുപോലെ തന്നെ പുരാതന സംസ്കൃത ഗ്രന്ഥങ്ങൾ, മതഗ്രന്ഥങ്ങൾ എന്നിവയിൽ നിന്നൊക്കെയാണ്. ഇനി പറയുന്നത് ഈ താളിയോല രേഖകൾ സംരക്ഷിക്കുന്നിടത്ത് വരുന്ന പ്രധാന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നാമത് അതിന് വരുന്ന തേയ്മാനം അല്ലെങ്കിൽ ശോഷണം, അതിൻ്റെ ക്ഷയം തന്നെയാണ്. ഇലകൾ വരണ്ടതാവുകയും പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. മറ്റൊന്ന് കീടാക്രമണം, തേൾ, ബുക്ക്വോംസ് തുടങ്ങിയ കീടങ്ങൾ അതിന് നാശം വരുത്തുന്നു. മറ്റൊന്ന് ഈർപ്പം കൂടുതലായാൽ പൂപ്പൽ ഉണ്ടാവുകയും ആ ഇലകൾ സ്വാഭാവികമായും വളയുകയും അതുമൂലം നശിക്കുകയും ചെയ്യുന്നു. ഇവ സംരക്ഷിക്കാൻ ആധുനികവുമായ പല രീതികളും ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ഉദാഹരണമാണ് സിട്രണല്ല ഓയിൽ. ഇലകളിൽ ഈ ഓയിൽ പുരട്ടുന്നത് കാരണം ആ ഇലകൾ നനവോടെ നിലനിർത്താനും കീടങ്ങളെ തടയാനും സഹായിക്കുന്നു. അതുപോലെ ഈ താളിയോല കയ്യെഴുത്ത് ലിപികൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്.
സാധാരണയായി തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ ആസിഡ് രഹിത പേപ്പറുകളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന രീതിയുണ്ട്. പ്രത്യേകമായി അതിനുവേണ്ടി നിർമ്മിച്ച പെട്ടികളിലും അത് സൂക്ഷിക്കാറുണ്ട്. കൂടാതെ താപനിലയും ഈർപ്പവുമൊക്കെ നിയന്ത്രിക്കുന്ന സംഭരണ മുറികൾ ഉപയോഗിക്കുന്നത് സംരക്ഷണത്തിന് സഹായകമാകുന്നു. അതിലൊന്നാണ് ചില സംരക്ഷണ കേന്ദ്രങ്ങളിൽ UV അൾട്രാ വയലറ്റ് പ്രതിരോധ ഫിലിമുകൾ ഉപയോഗിച്ചുകൊണ്ട് അപകടകരമായ വെളിച്ചത്തിൽ നിന്ന് കയ്യെഴുത്ത് ലിപികളെ സംരക്ഷിക്കുന്നു. ഈ കയ്യെഴുത്ത് ലിപികൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ അതിനുണ്ടാകുന്ന കേടുപാടുകൾ, അപജയങ്ങൾ, അപ്പൊ അതിനൊക്കെ പ്രതിരോധിക്കാനാണ് അൾട്രാ വയലറ്റ് പ്രതിരോധ ഫിലിമുകൾ ഉപയോഗിച്ച് അപകടകരമായ അത്തരം വെളിച്ചങ്ങളിൽ നിന്ന് ഈ കയ്യെഴുത്ത് ലിപികളെ സംരക്ഷിക്കുന്നു എന്നത്. ഇനി അത് സൂക്ഷിക്കുന്ന ഏറ്റവും പുതിയൊരു മെത്തേഡാണ് ഡിജിറ്റൈസേഷൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കയ്യെഴുത്ത് ലിപികൾ പ്രധാനമായിട്ടും സ്കാൻ ചെയ്ത് ഡിജിറ്റൽ രൂപത്തിലാക്കി ഉപയോഗിക്കുക. ഇതിലൂടെ പ്രധാനമായിട്ടും വരുന്ന ഉപയോഗങ്ങൾ, മെച്ചങ്ങൾ, ഗുണങ്ങൾ യഥാർത്ഥ കയ്യെഴുത്ത് ലിപികളെ കൈകാര്യം ചെയ്യാതെ തന്നെ പഠിക്കാം. കാരണം യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികളെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന സ്വാഭാവികമായിട്ടുള്ള കേടുപാടുകൾ അതില്ലാതെ അതിൻ്റെ ഡിജിറ്റൽ പകർപ്പുകൾ തയ്യാറാക്കിയിട്ട് യഥാർത്ഥ കയ്യെഴുത്ത് പ്രതികളെ സ്പർശിക്കാതെ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാതെ ആ ഡിജിറ്റൽ പകർപ്പുകൾ വെച്ച് നമുക്ക് ഒരു വിഷയത്തെ പഠിക്കാം, ആ വിഷയത്തെ കൈകാര്യം ചെയ്യാം. അതുപോലെ ഭാവി തലമുറകൾക്കായി അതിൻ്റെ ഉള്ളടക്കം സംരക്ഷിക്കാം. അതിൻ്റെ യഥാർത്ഥ പകർപ്പുണ്ടാകുന്നത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ആർക്കൈവുകളിലോ അല്ലെങ്കിൽ അത്ര സുരക്ഷിത സ്ഥാപനങ്ങളിലൊക്കെ ആയിരിക്കും. പക്ഷേ ഈ ഡിജിറ്റൽ പകർപ്പുകൾ തയ്യാറാക്കുന്നത് ലോകത്ത് എവിടെയുള്ള ആളുകൾക്കും അവരുടെ സൗകര്യത്തിനും സമയത്തിനൊക്കെ അനുസരിച്ച് അത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഭാവി തലമുറകൾക്കായി അതിൻ്റെ ഉള്ളടക്കം എക്കാലത്തേക്കും സംരക്ഷിക്കാം. ഇനി അതിൻ്റെ യഥാർത്ഥ പകർപ്പിന് എന്തെങ്കിലും നാശനഷ്ടങ്ങളോ കേടുപാടുകളോ സംഭവിച്ചു പോയാൽ പോലും അത് ആ ഡിജിറ്റൽ പകർപ്പ് എക്കാലത്തും അതുപോലെ തന്നെ ഉണ്ടാവുന്നത് കാരണം ഭാവി തലമുറകൾക്കായി അതിൻ്റെ ഉള്ളടക്കം എക്കാലത്തും സംരക്ഷിക്കാം എന്നതാണ്. ഈ ഡിജിറ്റൈസേഷന്റെ ഉപയോഗങ്ങളെ കുറിച്ച് വീണ്ടും പറയും. തുടർച്ചയായ സംരക്ഷണം ഉറപ്പാക്കുന്നു. യഥാർത്ഥ രേഖകൾ കൈകാര്യം ചെയ്യാതെ തന്നെ അത് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ആർക്കൈവൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ആർക്കൈവൽ സ്റ്റഡീസ് എന്ന പേപ്പറിന്റെ പ്രധാന ഭാഗങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക്സ്.